ഹലോ ഗൈസ്, രാഹുൽ ടെക് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെറും ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ലഭിക്കാവുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് വിത്തൗട്ട് സിബിൽ സ്കോർ, ലോ സിബിൽ സ്കോർ ആണെങ്കിലും നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോണ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ആദ്യം 500 രൂപയാണ് തരിക, പിന്നീട് റീപേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 2000, 4000 അങ്ങനെ 30,000 രൂപ വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോണ് കാര്യങ്ങളൊക്കെ തരുന്നത്. RBI അപ്രൂവ്ഡ് ആണ്. നവിൻ ബ്രോസ് എന്ന് പറയുന്ന ലെൻഡറാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ തരുന്നത്. പലിശ കുറച്ച് കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് 500 രൂപയാണ് ഇവർ ലോൺ തരുന്നത്. 30 ഡേയ്സ് റീപേയ്മെൻറ്റ് പീരീഡിൽ ഏകദേശം 700 സംതിങ് രൂപ നമ്മൾ തിരിച്ചടയ്ക്കണം. അതാണ് പറഞ്ഞത്, പലിശ കുറച്ച് കൂടുതലാണ്. പക്ഷേ എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനല്ല, ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ത്രൂ ആരും അപ്ലൈ ചെയ്യേണ്ട, വെബ്സൈറ്റ് ത്രൂ മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്കിതിപ്പം അപ്രൂവൽ ആയിട്ടുള്ള ഒരു എമൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണൽ ലോൺ, ഫിനാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ലെൻഡ് പ്ലസ് എന്നാണ്. ആപ്ലിക്കേഷൻ അല്ല, വെബ്സൈറ്റാണ്. ഓക്കെ, നവിൻ ബ്രോസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ച് പലിശ കാര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിലും നമുക്ക് എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഒരു 500 അല്ലെങ്കിൽ 1000, 2000 അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏകദേശം ഇവർ പറയുന്ന 500 രൂപ മുതൽ 30,000 രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടാനുസരണം നമ്മുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ചാണ് തരിക. ആദ്യം ഇവർ 500 രൂപയാണ് പ്രൊവൈഡ് ചെയ്യുക. അത് തിരിച്ചടയ്ക്കുമ്പോൾ അതിൽ കൂട്ടി അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ അതിലൊന്ന് ലോഗിൻ ചെയ്യാണ്. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത ആളാണ്. ഞാൻ ഇതിന് ലോൺ എടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അപ്ലൈ ഫോർ ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ടാണ് ലോൺ എടുക്കേണ്ടത്. ഞാനിവിടെ ഒന്ന് ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ഞാനിവിടെ ആ ഒരു ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പം ലോൺ പാസ്സായതാണ്. ഏകദേശം 500 രൂപയാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയത്. തിരിച്ചടയ്ക്കേണ്ടത് ഏകദേശം ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടെ ഏകദേശം എനിക്ക് 700 സംതിങ് അടയ്ക്കാനുണ്ട്. ഓക്കെ, 799 ടോട്ടലായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നല്ല പലിശയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അടയ്ക്കാൻ പറ്റുന്നവർ മാത്രം എടുത്താൽ മതി. ഒരു എമർജൻസിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ ആപ്ലിക്കേഷൻ വഴി ആരും അപ്ലൈ ചെയ്യേണ്ട, വെബ്സൈറ്റ് വഴി മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം തിരിച്ചടച്ചില്ലെങ്കിൽ അവർ ചിലപ്പം നമ്മുടെ കോൺടാക്റ്റിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, നമുക്കപ്പോൾ പാർഷ്യലായിട്ട് വേണമെങ്കിൽ റീപേയ്മെൻറ്റ് ചെയ്യുക. അതായത് ചെറിയ എമൗണ്ട് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് റീപേയ്മെൻറ്റ് ചെയ്യാം. 30 ദിവസമാണ് ഇവർ നമുക്ക് റീപേയ്മെൻറ്റ് ടെന്യൂറായിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ lendplus.in എന്ന് അടിച്ച് അവരുടെ വെബ്സൈറ്റിൽ പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ആധാർ കാർഡ് മാത്രമേ ഇവർ ചോദിക്കുന്നുള്ളൂ. പാൻ കാർഡും ആധാർ കാർഡും മാത്രം ചോദിക്കുന്നുള്ളൂ. വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുക. എമർജൻസി സിറ്റുവേഷനൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.